Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? സുഖം. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നല്ല വെയിലാണല്ലേ? പിന്നെ എവിടെ വരെയാ നമ്മൾ എടുത്തത്? എവിടെ വരെയാ നമ്മൾ എടുത്തത്? സുഖാണല്ലോ. നമ്മൾ എവിടെ വരെ എടുത്തത്? ഇനി സ്റ്റോക്ക് കൺട്രോൾ തുടങ്ങി എടുക്കണ്ടേ നമ്മള്? ഓക്കെ. എന്താ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോള്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങള് ചെലവ് എങ്ങനെ ചുരുക്കുന്നത്? സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കാറില്ലേ? എങ്ങനെയാണ് ചെലവ് ചുരുക്കിയിട്ട് യൂസ് ചെയ്യാം? എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും ചെലവ് ചുരുക്കി യൂസ് ചെയ്യുമ്പോ? എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ? കുറച്ച് നാളും കൂടി ആ സാധനങ്ങൾ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ? നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്, ഒത്തിരി നാള് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനങ്ങള് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോ ഈ സ്റ്റോക്ക് കൺട്രോൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്രത്തോളം സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലില്, എത്രത്തോളം സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് ചെലവ് ചുരുക്കാനായിട്ട് പറ്റും. അതാണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെലവ് ചുരുക്കി നമുക്ക് എത്രത്തോളം ആ സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. One, when, how much to order, how much to store, to make the purchasing and storage expense at minimum is called inventory control. Note ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് അല്ലെ? വാട്ട് എന്ന് പറഞ്ഞാല് എന്ത് സാധനം എപ്പോൾ എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും അതുപോലെ തന്നെ സ്റ്റോറേജ് എക്സ്പെൻസസിനും വേണ്ടി വരുന്ന ചെലവല്ലേ? സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസ് ചിലവ് മിനിമം ആക്കണം. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല. ടോമിന് മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് ചാപ്റ്ററുകളൊക്കെ ഒന്ന് എടുത്തത് വായിച്ചു നോക്കാം. അപ്പൊ ഏതാണ് ചാപ്റ്റർ എന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് സാധനം എപ്പോൾ എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വരുന്ന എക്സ്പെൻസസ് മിനിമം ആക്കണം. അതാണ് എന്ത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇൻവെന്ററി കൺട്രോള് എല്ലാവർക്കും ചാപ്റ്റർ ഏതാണ് മനസ്സിലായോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ മിസ്സിന്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് മിസ് പറയാത്തത് കേട്ടോ. ചാപ്റ്റർ നമ്പർ വ്യത്യാസമായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എത്രയാണ് പേജ് നമ്പർ, എത്രയാണ് ചാപ്റ്റർ നമ്പർ. ഓക്കെ, ഇപ്പൊ ഇൻവെന്ററി കൺട്രോൾ എന്താ പറഞ്ഞത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലിയർ ആണോ? എന്ത് സാധനം എപ്പോൾ
അതുപോലെ തന്നെ എന്താണ് എത്ര ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വരുന്ന എക്സ്പെൻസസ് മിനിമം ആക്കുക അല്ലെ. ചെലവ് ചുരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെന്ററി കൺട്രോൾ ചെയ്യാം. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലായോ? ആ എക്സ്പെൻസസ്, ആ ഐറ്റത്തിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് ചിലവ് മിനിമം ആക്കണം. ഇനി എന്താണ്, ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ആൻ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽസ് and products for the objective of obtaining a maximum financial return. ഇനി ഈ സ്റ്റോക്ക് കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം ലക്ഷ്യം? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലെ. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? സ്റ്റോക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്താക്കാം, പ്രോഫിറ്റ് അല്ലേ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യണം, ചെലവ് ചുരുക്കിക്കൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാം അല്ലെ. ഒബ്ജക്റ്റീവ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ അല്ലെ. ഇതാണ് സാമ്പത്തിക നേട്ടം മാക്സിമൈസ് ചെയ്യാം, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എന്തിനുള്ളത്? ഇൻവെന്ററി കൺട്രോളിന്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് പഠിച്ചു, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് ലാസ്റ്റ് പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചു വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. ഇനി എന്താണ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ? എന്തെല്ലാം ഗോൾസ് ആണ് ഇൻവെന്ററി കൺട്രോളിനുള്ളത്? 4 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ, provide stuff is available when needed to maintain constant operations. എന്താണ്? ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഓരോന്നിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഓരോന്നിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താവശ്യമാണ്? മെറ്റീരിയൽസ് അല്ലെ, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ്. അപ്പോ ആ മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കണമെന്നാണ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്? ആവശ്യത്തിന് മാത്രം, അവരുടെ നീഡ് അനുസരിച്ച്, അവരുടെ ആവശ്യത്തിന് മാത്രം, അവർ പറയുന്നതനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ചായിരിക്കണം നമ്മള് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അതാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഫസ്റ്റ് ഗോൾ ആയിട്ട് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിന്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ഓരോ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? എന്താണെന്ന് പറഞ്ഞത്? ഓക്കെ. ഇനി സെക്കൻഡ് ഗോൾ എന്താണ്? ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് when required through reduction or purchase. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ആവശ്യത്തിന് അല്ലെ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരില്ലേ നമ്മുടെ അമ്മമാരൊക്കെ, അല്ലെങ്കിൽ നമ്മളായാലും നമ്മൾ വീട്ടമ്മമാരാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ പങ്കുകൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മള് കടകളിൽ പോയിട്ട് വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ഓരോ ചെറിയ ചെറിയ കുപ്പികളിലാക്കി അല്ലെങ്കിൽ ടിന്നിലാക്കി സൂക്ഷിക്കാറുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ്. അത് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം അല്ലെ, ആവശ്യത്തിന് മാത്രമല്ലേ നമ്മൾ എടുത്ത് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണോ യൂസ് ചെയ്യാറ്? ഇല്ലല്ലേ. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിശുക്കി ഓരോ ദിവസത്തെയും നമ്മൾ നോക്കിയിട്ട് ഇപ്പൊ എന്താണ് മില്ലറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം, എന്ത് സാധനം ആയിക്കോട്ടെ നമ്മൾ ആവശ്യത്തിന് മാത്രം പിശുക്കി എടുത്താണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണ്? ഇത്തിരി നാളും കൂടിയും ആ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഒത്തിരി നാളത്തേക്കും കൂടിയും ആ സാധനം നമ്മുടെ കൈകളിൽ ഉണ്ടാകും അല്ലെ. അതാ പറയുന്നത് എന്താണ്, സ്റ്റോക്കുകൾ നമ്മൾ പിശുക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം
അല്ലെങ്കിൽ കുറച്ചെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി നാള് കൂടി ആ സാധനം നമുക്ക് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ പോയിന്റ്. ഇനി എന്താണ്? റേറ്റിംഗ്. തേർഡ് പോയിന്റ് നോക്കിയേ. റേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മാക്സിമം ലെവൽ പോസിബിൾ. എന്താ പറയുന്നത്? വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവൽ ആക്കണം. അങ്ങനെ നമുക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഒരു നെക്സ്റ്റ് ഗോൾ ആയിട്ടാണ് പറയുന്നത്. വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാതെ മൂലധന നിക്ഷേപം എന്നത് എന്താക്കണം? മിനിമം ലെവൽ ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ സാധനങ്ങളും പർച്ചേസിങ് നടത്താനായിട്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് മൂലധന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നത് മിനിമം ലെവല് ആക്കണം. ഇനി എന്താണ്? എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. ഇനി എന്താ? പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റ്സ് ആയാലും മെറ്റീരിയൽസ് ആയാലും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും ഈ ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. അതാണ് നാലാമതായിട്ടുള്ള ഗോള് പറയുന്നത്. എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. നാലുകോളും മനസ്സിലായോ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം അവരുടെ നിരന്തരമായിട്ടുള്ള ഓപ്പറേഷന് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യത്തിന് മാത്രം സപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറഞ്ഞത്? ഓരോ ഐറ്റം അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് ആയാലും നമ്മൾ ചുരുക്കി അല്ലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി നാളുകൂടി അത് ഉപയോഗിക്കാനായിട്ട് മിച്ചമുണ്ടാകുന്നുണ്ട്, ബാക്കി ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നത് അല്ലെങ്കിൽ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവലാക്കി മാറ്റണം. പിന്നെ എന്താണ്? പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഈ ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. നാല് കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി. ഇൻവെന്ററി കൺട്രോൾ എന്താണ്, അതുപോലെ അതിന്റെ കോഡ് 4 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? നാല് കാര്യങ്ങളും ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണല്ലേ? ഇനി ഡിസ്റ്റൻസ് ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. There is no inventory control where there will be no liability, overstocking or understocking of materials
loss of materials, etc. It is releases a lot of working capital. എന്താ പറയുന്നത്? ഇങ്ങനെ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇങ്ങനെയുള്ള ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? എന്തായിരിക്കാം? ഓവർ സ്റ്റോക്കിംഗ് സംഭവിക്കാം അല്ലെ? ഓവർ ആയിട്ട് സ്റ്റോക്ക് ചെയ്യാം, ആരും നിയന്ത്രിക്കാനില്ല അല്ലെ? ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഇല്ലെങ്കിൽ ഓവർ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, കുറച്ച് രീതിയിൽ അല്ലെ അണ്ടർ സ്റ്റോക്കിംഗ് വരാം. പിന്നെ എന്താണ്, മെറ്റീരിയൽസ്, സ്റ്റോറിലുള്ള മെറ്റീരിയൽസ് ലോസസ് സംഭവിക്കാം. എങ്ങനെയാണ്? മോഷ്ടിച്ചു കൊണ്ടുപോവാം, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എടുത്ത് വിൽക്കാം അല്ലെ? അവിടെയുള്ള സ്റ്റാഫുകള്, അവരെ ആരും നോക്കാനോ നിയന്ത്രിക്കാനോ ഒന്നുമില്ലെങ്കിൽ ആ സ്റ്റോറിലുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് സംഭവിക്കാം അല്ലെ? തെഫ്റ്റ് അല്ലെ, മോഷണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ വീട്ടിലേക്ക് ഓരോ ഇപ്പൊ ലോഷൻസ് ഒക്കെ ആണെങ്കിൽ, ടെക്സ്റ്റോളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയും മെറ്റീരിയൽസ് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി ഉള്ള ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോ ആ വർക്കിംഗ് ക്യാപിറ്റൽ ദൈനംദിന ചിലവുകൾ കൂടുതലായിട്ട് വേണ്ടി വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ ആ സെന്റൻസ്? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഓവർ സ്റ്റോക്കിംഗ് വരാം, അണ്ടർ സ്റ്റോക്കിംഗ് സംഭവിക്കാം, അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽസ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇനി നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് എന്ന് പറഞ്ഞാല് റിസർവ് സ്റ്റോക്ക് എന്താ? കരുതൽ സ്റ്റോക്ക്. സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ കരുതി വെക്കുന്നത് അല്ലെ? അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബഫർ സ്റ്റോക്ക്. ഓക്കെ, റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാല് ബഫർ സ്റ്റോക്ക് എന്ന് എഴുതണം കേട്ടോ. റൈറ്റ്, മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ബഫർ സ്റ്റോക്കിന്റെ മറ്റൊരു പേരും ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. റിസർവ് സ്റ്റോക്ക് ഈസ് ദ സ്റ്റോക്ക് kept to provide uncertainty in consuming rate or leading time of the material. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കരുതൽ സ്റ്റോക്ക് ആണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമ്മമാരെന്ത് ചെയ്യുന്നുണ്ട്? കരുതി വെക്കാറുണ്ട് അല്ലെ? ഓരോ ടിന്നിലാക്കി, വൈകിയൊക്കെ ആണെങ്കിൽ ബക്കറ്റിലോ അല്ലെങ്കിൽ ടിന്നുകളിലോ ആക്കിയിട്ട് ചെറിയ ധാന്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ എന്താണ്, ചെറിയ ടിന്നുകളിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടില് ആരെങ്കിലും എന്താണ് വിരുന്നുകാരോ റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ അവര് വരുമ്പോ എടുത്ത് ഉപയോഗിക്കാനായിട്ടാണ് ഇങ്ങനെ കരുതി വെക്കാറ് നമ്മള് അല്ലേ? അങ്ങനെയാണോ ചെയ്യാറ് വീട്ടില്? നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ ചെയ്യാറ്? നമ്മൾ കരുതി വെക്കാറുണ്ട് അല്ലെ? അപ്പോ ഇതെന്താ പറയുന്നത്? ഇങ്ങനെ കരുതി വെക്കുമ്പോ ഇവിടെ വരുന്നപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ കൺസ്യൂമിംഗ് റേറ്റ് ഹൈ ആവുകയും അതുപോലെ തന്നെ ലീഡ് ടൈം അറിയാമോ നമുക്ക്? ലീഡ് ടൈം, നമ്മളൊരു മെറ്റീരിയൽ ഓർഡർ കൊടുത്തു, നമ്മുടെ കയ്യിലേക്ക് റിസീവ് ചെയ്ത് കിട്ടുന്നത് വരെയുള്ള ടൈം അല്ലേ? അപ്പൊ ആ മെറ്റീരിയൽസ് ചിലപ്പോൾ അവിടെ സ്റ്റോക്കിൽ ഉണ്ടാവില്ല, മെറ്റീരിയൽസ് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പൊ ലീഡ് ടൈം കൂടുകയും അതുപോലെ തന്നെ കൺസ്യൂമിംഗ് റേറ്റ്, ഇപ്പോ ഫാർമസിയിലൊക്കെ ആളുകൾ പേഷ്യൻസ് വന്ന് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ അതിന്റെ ഉപയോഗം അല്ലെ, അത് ഉപയോഗിക്കുന്ന റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. കൺസ്യൂമിംഗ് റേറ്റ് ഹൈ ആവുന്നുണ്ട്. അപ്പൊ ആ സ്റ്റോറിൽ ഇല്ലെങ്കിൽ, ആ മെഡിസിൻ സ്റ്റോറിൽ ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നത് ആളുകൾക്ക് പേഷ്യൻസ് വരുമ്പോ കൺസ്യൂമിംഗ് റേറ്റ് ഹൈ ആവും. ഉപയോഗിക്കുന്ന ആ മെഡിസിൻ ഉപയോഗിക്കുന്ന റേറ്റ് ഹൈ ആവുകയും അതുപോലെ തന്നെ ലീഡ് ടൈം ഹൈ ആവുകയും ചെയ്ത സമയത്ത് നമ്മൾ ഏത് സ്റ്റോക്കിൽ നിന്നാണ് എടുത്തിട്ട് കൊടുക്കുന്നത്? എടുത്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ നിന്ന്? മനസ്സിലാവുന്നുണ്ടോ? ബഫർ സ്റ്റോക്കിൽ നിന്ന് അല്ലെ, നമ്മൾ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എടുത്ത്
അവർക്ക് ആ പേഷ്യൻസിന് ആ മെഡിസിൻ എടുത്ത് കൊടുക്കും. ക്ലിയർ ആയോ? ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് കരുതി വെച്ച സ്റ്റോക്ക് അല്ലേ, നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാകും, നമ്മുടെ സ്റ്റോറിൽ ഓൾറെഡി ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയും നമ്മള് ഇനി എന്തെങ്കിലും എന്താണ് ഷോർട്ടേജ് ഒക്കെ വരുമ്പോ നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു കൺസ്യൂമിംഗ് റേറ്റ്, ഉപയോഗിക്കുന്നതിന്റെ റേറ്റ് ഹൈ ആവുകയും മെഡിസിൻസ് അതാണ് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്, അതിന്റെ റേറ്റ് അല്ലെ, ആളുകൾ ഉപയോഗിക്കുന്ന റേറ്റ് ഹൈ ആവുകയും അതുപോലെ തന്നെ മെഡിസിൻസ് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈം, ആ ലീഡ് ടൈം ഹൈ ആകുമ്പോ അവിടെ എന്തുണ്ടാവും? മെഡിസിൻസിന് ഷോർട്ടേജ് അല്ലെ, എടുത്തു കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലേ, ആ ഫാർമസിയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ റിസർവ് സ്റ്റോക്കിൽ നിന്ന്, കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ബഫർ സ്റ്റോക്ക് എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി എന്താണ് റീ ഓർഡർ ലെവൽ ഓർ റീ ഓർഡർ പോയിന്റ്? എന്താണ് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാല്? ഈ റീ ഓർഡർ ലെവലിന്റെ മറ്റൊരു പേരാണ് കേട്ടോ റീ ഓർഡർ പോയിന്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണം കേട്ടോ. Is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in the time to keep away from stock out. എന്താ പറയുന്നത്? ഈ റീ ഓർഡർ ലെവൽ അല്ലെങ്കിൽ റീ ഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? റീ ഓർഡർ ചെയ്തിട്ട് വെക്കണം. ഫാർമസിയിലൊക്കെ സ്റ്റോക്ക് തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, തീരുന്നതിന് മുൻപ്, തീരാൻ വേണ്ടി നമ്മൾ നിൽക്കരുത്, തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം? ഓർഡർ ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്തിട്ട് വെക്കണം. അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞത്. എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്ക് റീ ഓർഡർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് റീ ഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ ആയോ? ബഫർ സ്റ്റോക്ക് എന്താണ് അല്ലെങ്കിൽ റിസർവ് സ്റ്റോക്ക് എന്താണ്, അതുപോലെ തന്നെ റീ ഓർഡർ ലെവൽ എന്താണ് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. 3 രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 3 രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഫസ്റ്റ് എന്താണ്? സൈക്ലിക്കൽ ഓർഡർ എന്നാക്കണം കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, cyclical order system. Second one, fixed quantity system. Third one, two-bin system. Clear ആയോ? Spelling mistake മാറ്റിയോ? മനസ്സിലായോ? Spelling mistake. Cyclical order system, fixed quantity system, two-bin system. Okay. ഇനി നോക്കിയേ, cyclical order system എന്ന് പറഞ്ഞാൽ എന്താണ്? This system is the fixed interval order of the periodic review system. അപ്പോൾ cyclical order system എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ അല്ലെ, കൃത്യമായ ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ, ഇപ്പൊ ഒരു വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ അല്ലെങ്കിൽ 1 മന്തോ അല്ലെ, അങ്ങനെയുള്ള 1 മാസോ കൂടുമ്പോഴോ എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു. അതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായ ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ പറയുന്നത്? നിശ്ചിത സമയം, ഒരു ഫിക്സഡ് ഇന്റർവെൽസ് കേട്ടോ, അതിനകത്ത് ആ ഫിക്സഡ് ഇന്റർവെൽസിലാണ് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ആ ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളത് അതിന്റെ അടിയിൽ ഒരു മാർക്ക് ചെയ്ത് വെച്ച് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് സിസ്റ്റം ഈസ് ഫിക്സഡ് ഇന്റർവെൽസ് ഓർഡർ ഓഫ് ദി പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. എന്തായിരിക്കും? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം.
അപ്പൊ ഫിക്സഡ് ഇന്റർവെൽസ് എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും മനസ്സിലാട്ടോ. അപ്പൊ ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചു വെക്കാം. കിട്ടിയില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായ ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ ഓർഡർ ചെയ്യുന്നു. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്? ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി. This system is based on ordering fixed quantities at the different intervals. അവിടെ എന്താണ് എന്താ പറയുന്നത്? പല ഇടവേളകളില് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് ഓർഡർ ചെയ്യുന്നത് അല്ലേ? സൈക്ലിക്കൽ ഓർഡർ ക്വാണ്ടിറ്റിയിൽ എങ്ങനെയായിരുന്നു? സോറി, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? ഒരു ഫിക്സഡ് ഇന്റർവെൽസിലായിരുന്നു. ഇനി ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് അല്ലെ? ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് അവിടെ ഓർഡർ ചെയ്യുന്നത് ഡിഫറെന്റ് ഇന്റർവെൽസിൽ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയേ. ഫിക്സഡ് ക്വാണ്ടിറ്റി ഡിഫറൻസ് മനസ്സിലായില്ലേ? ഫിക്സഡ് ഇന്റർവെൽസിലാവുമ്പോ എന്താണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ്. ഫിക്സഡ് ക്വാണ്ടിറ്റി വരുമ്പോ എന്താണ്? ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും കേട്ടോ. ഓക്കെ, മനസ്സിലായോ രണ്ട് കാര്യങ്ങളും? ഇനി എന്താണ്? ടു ബിൻ സിസ്റ്റം. When the items cannot be measured on the basis of any created value of terms, the order will be placed on the basis of logical reasoning after inquiring the volume container in the containing box. നോക്കേ, എന്താ പറയുന്നത്? ചില ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ആ പൗഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളറിലെ പൗഡർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ. കാണാത്തവരൊന്ന് നെറ്റിലൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യുന്ന അല്ലെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ. അതുപോലെ തന്നെ ഗ്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുറിവിനൊക്കെ റാപ്പ് ചെയ്യുന്ന വൈറ്റ് കളർ തുണിയില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര എണ്ണം ബാക്കിയിട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമോ? ഈ പൗഡറൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ആ പൗഡർ എന്താണ്? ആ ഭാഗം ഉണ്ടാവാം ആ പാക്കറ്റില്, അല്ലെങ്കിൽ കാൽ ഭാഗം ഉണ്ടാവാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഓർഡർ കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില ഐറ്റംസ് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. എത്ര വോളിയം ബാക്കിയുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ പൗഡറൊക്കെ ആണെങ്കിൽ കാൽ ഭാഗം ഉണ്ടാവും ആ പാക്കറ്റില്, അല്ലെങ്കിൽ എന്താണ് കാൽ ഭാഗം, അരഭാഗം എന്നൊക്കെയാണ് നമുക്ക് ഓർഡർ കൊടുത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ടു ബിൻ സിസ്റ്റം മനസ്സിലായോ? ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. എത്രത്തോളം വോളിയം ബാക്കിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഇത്ര ക്വാണ്ടിറ്റിയിലുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? കാൽഭാഗമുണ്ട് അല്ലെങ്കിൽ കാൽഭാഗമുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ രണ്ട് ഐറ്റംസും ഓർഡർ ചെയ്ത് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ടു ബിൻ സിസ്റ്റം ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ, മൂന്ന് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ബഫർ സ്റ്റോക്ക് എന്താണ്? അതുപോലെ റീ ഓർഡർ ലെവൽ എന്താണ്? അതുപോലെ ഈ മൂന്ന് സിസ്റ്റംസും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. നമ്മളിപ്പോ വീട്ടില് പല പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് നോക്കി. ഫസ്റ്റ് വൺ ബൾക്ക് സ്റ്റോറേജ് അല്ലെ. എന്താണ്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ബൾക്ക് സ്റ്റോറേജിൽ സൂക്ഷിക്കാറുണ്ട്. ഏതൊക്കെയാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്? പറയാൻ പറ്റോ? പേപ്പർ അല്ലെ, ബുക്ക്, പെൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ക്. ഓക്കെ. ഇനി എന്താണ്? ഷെൽഫ് സ്റ്റോറേജ്. ഷെൽഫ് സ്റ്റോറേജിൽ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്താ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവര് പല പല ഷെൽഫുകളിലാക്കി സൂക്ഷിക്കാറുണ്ട് അല്ലെ. ഫയല്, ബുക്ക് കേട്ടോ. ജെറിനെ കുറെ നാളായല്ലോ കണ്ടിട്ട്. ഓക്കെ. ഇനി എന്താണ്? ബിൻ സ്റ്റോറേജ്. ബിൻ എന്ന് പറഞ്ഞാല് പല ബോക്സുകളില് അല്ലെങ്കിൽ പല പല കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഐറ്റംസ് ആണ് ബിൻ സ്റ്റോറേജിൽ വരുന്നത്. പല കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ ബോക്സുകളിലോ ആക്കിയിട്ട് സൂക്ഷിക്കുന്ന ഐറ്റംസ്. അതുപോലെ നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് അല്ലെ. ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ അല്ലെ, അതുപോലെ തന്നെ പല പല മെഷീൻസ്, എക്യുപ്മെന്റ്സ് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇനി എന്താണ്? ഇവാപൊറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. എക്സാമ്പിൾ സ്പിരിറ്റ്. എന്താണ് ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാൽ? എന്താ ഇവാപൊറേറ്റീവ്? ബാഷ്പീകരിച്ചു പോകുന്ന നീരാവിയായിട്ട് അല്ലെ, ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്, അതാണ് ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്. എക്സാമ്പിള് സ്പിരിറ്റ്. ഇനി എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എക്സാമ്പിൾ മെർക്കുറി സിഡെക്സ്. സിഡെക്സ് എന്ന് പറഞ്ഞാല് ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ്. നമ്മളിപ്പോ എന്താ ഡേഞ്ചറസ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ മെർക്കുറി, അതുപോലെ ഫിനോയില്, ടെക്ടോള്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ എന്താണ്? വൊളാറ്റൈൽ. ഈസിലി ഇവാപൊറേറ്റഡ് at standard temperature. എന്താണ്? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങളാണ് വൊളാറ്റൈൽ വരുന്നത്. എന്താ പറഞ്ഞത്? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന ഐറ്റംസ് അല്ലെങ്കിൽ സാധനങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ്? എക്സാമ്പിൾ എഴുതി പറയാൻ പറ്റും. ക്ലോറോഫോം, അതുപോലെ ആൽക്കഹോള്. ഇതൊക്കെ നമുക്ക് എന്താണ്? വൊളാറ്റൈലിന് എക്സാമ്പിൾ ആണ്. വൊളാറ്റൈൽ എന്ന് പറഞ്ഞാല് നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങള്. ക്ലോറോഫോം, അതുപോലെ തന്നെ ആൽക്കഹോളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ളൂ കേട്ടോ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ബൾക്ക് സ്റ്റോറേജ്, ഷെൽഫ് സ്റ്റോറേജ്, ബിൻ സ്റ്റോറേജ്, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഇവാപൊറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് വൊളാറ്റൈൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ. എന്താണ്? ഒരു ഹോസ്പിറ്റലില് പലതരത്തിലുള്ള സ്റ്റോറുകൾ ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള സ്റ്റോർസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ്
ഡ്രഗ് സ്റ്റോഴ്സ്. ഡ്രഗ് സ്റ്റോഴ്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡ്രഗ് സ്റ്റോഴ്സ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഓക്കെ. ഇനി സർജിക്കൽ സ്റ്റോഴ്സോ? ഫാർമസി. ഓക്കെ. സർജിക്കൽ സ്റ്റോഴ്സോ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, സർജറിയുമായിട്ട്, സർജറി എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ടുള്ള സർജറിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോർ. അതുപോലെ തന്നെ എന്താണ്? അനസ്തെറ്റിക് സ്റ്റോർ. അനസ്തെറ്റിക്കുമായിട്ട് അല്ലെ, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ആ സ്റ്റോർ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോറാണ് അനസ്തെറ്റിക് സ്റ്റോർസ്. എന്താണ്? കിച്ചൺ സ്റ്റോർസ് അല്ലെ, പറയാൻ പറ്റുമല്ലോ. കിച്ചൺ എന്ന് പറയുമ്പോ നമ്മള് പാഠത്തിന് പഠിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ക്യാൻറ്റീൻ, ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ഓക്കെ. ഇനി ലിനൻ സ്റ്റോർസ് എന്താ? ലിനൻ സ്റ്റോർസ് ക്ലോത്ത്. ഓക്കെ. ക്ലോത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോർ ആണ് ലിനൻ സ്റ്റോർ. ബെഡ്ഷീറ്റ്, ബെഡ് കവർ, പില്ലോ കവർ. ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി ജനറൽ സ്റ്റോർസ് എന്താണ്? ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് അടങ്ങിയിട്ടുള്ള അതേഴ്സ് ആയിട്ടുള്ള ഓക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറിനെയാണ് ജനറൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്റ്റോർസിൽ വരുന്നത്? ഡ്രഗ് സ്റ്റോർ, സർജിക്കൽ സ്റ്റോർസ്, അനസ്തെറ്റിക് സ്റ്റോർ, കിച്ചൺ സ്റ്റോർ, ലിനൻ സ്റ്റോർ, ലാസ്റ്റ് വൺ ജനറൽ സ്റ്റോർ. ഓക്കെ. ഇനി നോക്കിയേ, നെക്സ്റ്റ് പോർഷൻ ആണ് സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർ. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ആക്കണം കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ സ്റ്റോർസും ഉണ്ട്, ആ സ്റ്റോർസിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം. നമ്മൾ സ്റ്റോർ ഓരോ ഐറ്റംസും സ്റ്റോർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സ്റ്റോറുകളുണ്ട്. ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാറ്റിയില്ല എല്ലാവരും. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ആണ് ക്ലോസർനെസ് ടു ദ യൂസർ. എന്താ പറയുന്നത്? ക്ലോസർനെസ് ടു ദ യൂസർ എന്ന് പറഞ്ഞാല് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ സ്റ്റോർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടത് അതിന്റെ അടുത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ സ്റ്റോർ അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ക്ലിയർ ആയോ? ഇപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അതിന്റെ അടുത്ത് ഏത് സ്റ്റോർ ആണ് വേണ്ടത്? ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ സർജിക്കൽ സ്റ്റോർസ് അല്ലെങ്കിൽ എന്താണ് ഡ്രഗ് സ്റ്റോർസ് ഒക്കെ എന്താണ് ആ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടുത്തായിരിക്കണം അതിന്റെ ലൊക്കേഷൻ വേണ്ടി വരുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഓക്കെ. അനസ്തേഷ്യ ഇതൊക്കെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ. അപ്പൊ ക്ലോസർനെസ് ടു ദ യൂസർ എന്ന് പറഞ്ഞാല് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ സ്റ്റോർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. എന്താണ്? ഭാവിയില് വിപുലീകരിക്കാനുള്ള രീതിയിലായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ. ഭാവിയില് നമ്മൾ റേഡിയോളജിയിലൊക്കെ പഠിച്ചില്ലേ, അതിന്റെ എന്താണ് ആ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ലൊക്കേഷൻ എന്താണ് ഭാവിയിൽ വിപുലീകരിക്കാനുള്ള രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നോ റേഡിയോളജിയിലൊക്കെ? ഓക്കെ. അപ്പൊ എന്താണ് എല്ലാ സ്റ്റോറുകൾക്കും അതുപോലെ തന്നെ ഇവിടെ എന്താണ് പഠിക്കുന്നത് നമ്മള് ഈ സ്റ്റോറുകൾക്കൊക്കെ എന്താണ് ഭാവിയിൽ വിപുലീകരിക്കാനുള്ള രീതിയിലായിരിക്കണം ആ സ്റ്റോർ പണിതുയർത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലൊക്കേഷൻ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ അല്ലെ. ഓരോ സ്റ്റോറിലേക്കും വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പാർക്കിംഗ് ആൻഡ് അൺലോഡിംഗ്. പാർക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം.
അതുപോലെ എന്താണ് ഇവിടെ നിന്ന് ചിലപ്പോ പല മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ, വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ അൺലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, അൺലോഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, adequate turning space. നമ്മളിപ്പോ എന്താണ്, ആവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് ആ സ്റ്റോറിന്റെ ഉള്ളില് ഉണ്ടായിരിക്കണം. ആ സ്റ്റോറില് ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ വെക്കാനായിട്ട്, മെറ്റീരിയൽസ് വെക്കാനായിട്ടുള്ള സൗകര്യം, അങ്ങനെയുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി എന്താണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. എന്താണ്, സേഫ് ആയിട്ട് ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസ് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ എന്താണ്, നല്ല സുരക്ഷയോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങള്, ആ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങള് ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. കാരണം എന്താണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണ് അല്ലെ, അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് സേഫ്റ്റി ഉറപ്പുവരുത്തണം, സുരക്ഷയോട് കൂടിയിട്ട് അവിടെ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, സേഫ്റ്റി അല്ലെ, സാധനങ്ങൾ വെക്കാനും അവിടുത്തെ എന്താണ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവർക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്, ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലേമബിൾ അല്ലെ, തീപിടുത്തം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൽ നിന്ന് ആ സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഐറ്റംസുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് ആ സ്റ്റോറിൽ നിന്ന്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്റ്റാഫുകളെയൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്താണ്, തീപിടുത്തം ഉണ്ടായി പെട്ടെന്ന് കട കത്തി നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ വായിക്കാറില്ലേ. പെട്ടെന്നുള്ള തീപിടുത്തം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാം, ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ പെട്ടെന്ന് സുരക്ഷയോട് കൂടിയിട്ട് ആ സാധനങ്ങള് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ലൊക്കേഷനുമായിട്ട്, സ്റ്റോറിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. Closeness to the user, future growth or diversification procedure, availability of vehicle, parking and unloading, adequate turning space, dangerous materials, safety, and last one, inflammable. Nice, okay. അഞ്ചാമത്തെ പോയിന്റ് പറയണോ? അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, adequate turning space. എന്താണ്, ആ സ്റ്റോറിന് കറക്റ്റ് ആയിട്ട് ആ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ആ സ്റ്റോറില് സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ടുള്ള സൗകര്യം, ആ സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായാൽ പറയാം കേട്ടോ. പോർഷനിൽ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ സ്റ്റോറിലും ഓരോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവും അല്ലെ, റെക്കോർഡ്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സ്റ്റോർസ് മാനുവൽ. എന്താണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാല്? എന്താണ്
ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് എങ്ങനെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോഴ്സ് മാനുവലില് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് ഈ സ്റ്റോഴ്സ് മാനുവലിൽ ഉണ്ടായിരിക്കുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? എന്തൊക്കെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ സ്റ്റാഫിന്റെയും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി ടൈം, ഷിഫ്റ്റിംഗ് ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഈ സ്റ്റോഴ്സ് മാനുവലില് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് പർച്ചേസ് റിക്വസിഷൻ? എന്താണ് പർച്ചേസ് റിക്വസിഷൻ? ഈ ചാപ്റ്റർ എടുത്ത മുതൽ നമ്മൾ പറയുകയാണ്. പർച്ചേസ് റിക്വസിഷൻ എന്താ? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ഈ പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന അഭ്യർത്ഥന, അതാണ് പർച്ചേസ് റിക്വസിഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് പ്ലാൻ. എന്തായിരിക്കും പർച്ചേസ് പ്ലാൻ? എന്താണ്? അതന്നെ, പ്ലാനിങ് ചെയ്യണം അല്ലെ. പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണമാണ് പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പർച്ചേസ് ഓർഡർ? അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. പർച്ചേസ് ഓർഡർ ഒരു ലീഗൽ എഗ്രിമെന്റ് ആണെന്ന് പഠിച്ചില്ലേ നമ്മള്? ഓർമ്മ വരുന്നുണ്ടോ? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലാണ് ലീഗൽ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്? വെരി ഗുഡ്. ബയർ ആൻഡ് സെല്ലർ അല്ലെ. സപ്ലയറും കസ്റ്റമറും അല്ലെങ്കിൽ ബയറും സെല്ലറും തമ്മിലുള്ള എഗ്രിമെന്റ്, ലീഗൽ ആയിട്ടുള്ള എഗ്രിമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? അറിയാത്തത് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്തത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിന് നോക്കുമ്പോ വായിച്ചാൽ മനസ്സിലാവില്ല. ഓക്കെ, എന്താണ് ഡെലിവറി ചലാൻ? ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് കൊടുക്കുമ്പോൾ അതിന് വരുന്ന ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് അതിനുണ്ടാകും. അതിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കേട്ടോ. അതിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. എന്തറിയാൻ പറ്റുമല്ലോ? എന്താണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്? ഇൻവെന്ററി ആണല്ലേ. എന്താണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാല്? സ്റ്റോറിലേക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് എഴുതി വെക്കും. ഇതിനകത്താണ് അല്ലെ, ഈ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലാണ് നമ്മൾ എഴുതി വെക്കുന്നത് അല്ലെ, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. എത്ര മെറ്റീരിയൽസ് വന്നു, സപ്ലയേഴ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൽ ഉള്ളത്. ഇനി എന്താണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്? എന്തായിരിക്കും? ഗുഡ്സ് റിസീവ്ഡ് നോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ ഗുഡ്സ് റിട്ടേൺ നോട്ട്. എന്താണ് ഡാമേജ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് നമ്മൾ കൊടുക്കും അല്ലെ.
അതാണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്. എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് അതാണ് ഗുഡ്സ് റിട്ടേൺ നോട്ടിൽ എഴുതി വെക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എന്താണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്തായിരിക്കാം? ചില ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പല മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരും അല്ലെ. അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ അവര് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പല മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരാം. അപ്പോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോ ആ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ട് അവര്. അതാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. അവർക്ക് ആ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പല മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരാം. ആ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന അഭ്യർത്ഥനയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ബിൻ കാർഡ്. ബിൻ കാർഡ് എന്താണ്? സ്റ്റോറില് ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് അല്ലെ? സ്റ്റോക്ക് ബാലൻസ് അല്ലെ, അങ്ങനെയുള്ള സ്റ്റോക്ക് പൊസിഷൻസ് എങ്ങനെയാണ് അത് നോക്കുന്നതാണ്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ്. സ്റ്റോറിൽ ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ്. ഇനി എന്താണ് സ്റ്റോർസ് ലെഡ്ജർ? എന്തായിരിക്കാം സ്റ്റോർസ് ലെഡ്ജർ? കണക്കുകൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സ്റ്റോക്ക് ഐറ്റംസും നമ്മൾ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് വെക്കില്ലേ, ഐറ്റത്തിന്റെ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ. അതാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. സ്റ്റോറിൽ എന്തൊക്കെ സ്റ്റോക്ക് ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോറില് എന്തൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോക്ക് ഉള്ളത് എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. സ്റ്റോറില് എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. അതെന്തായിരിക്കാം? അറിയാൻ പറ്റുമല്ലോ. എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസ്, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള അല്ലെ, ഡാമേജ് അല്ല, കാലാഹരണപ്പെട്ടത്, ഉപയോഗശൂന്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള ഐറ്റംസിന്റെ റെക്കോർഡാണ് അല്ലെങ്കിൽ രജിസ്റ്റർ ആണ് ഇത് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എക്സ്പയറി ആയിട്ടുള്ളത്, കാലാഹരണപ്പെട്ടത്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റോർസ് മാനുവൽ ഉണ്ട്, പർച്ചേസ് റിക്വസിഷൻ, purchase plan, purchase order, delivery challan, goods received note, goods return note, material requisition note, bid card, stores ledgers, and last one dead stock register. Clear ആയില്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ എല്ലാവർക്കും? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. Thank you.